എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഇന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നാണ് നമ്മൾ അല്പനേരം വചനം പറയാനായിട്ട് പോകുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 49 മുതൽ 53 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. അതിനകത്തുനിന്ന് 2-3 പദങ്ങളാണ് നിങ്ങളോട് പറയാൻ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രേരണ തന്നിരിക്കുന്നത്. ആ വാക്കുകളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 49 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങൾ നിറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 2 സ്ത്രീകൾ അവരുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ ഓർത്ത് തുള്ളിച്ചാടുന്ന വാക്യത്തിനകത്തെ 4 വാക്യങ്ങളാണ് വായിച്ച് കേൾപ്പിച്ചത്. ഒന്നാമത് തുള്ളിച്ചാടുന്നത് സ്തോത്രം എലിസബത്തും, രണ്ടാമത് തുള്ളിച്ചാടുന്നത് മറിയയുമാണ്. സ്തോത്രം. രണ്ടുപേരും നാളുകൾ കൊണ്ട് കാത്തിരുന്ന കാത്തിരിപ്പിന് ഒരു മറുപടി കർത്താവ് കൊടുത്തപ്പം മറുപടി തന്ന ദൈവത്തിന് നന്ദി പറയുന്ന ഭാഗമാണ്. അന്നത്തെ സ്ത്രീകളൊക്കെ യേശുക്രിസ്തുവിന്റെ ജനനം ഞങ്ങളിലൂടെ ആകും എന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആ മഹാഭാഗ്യം സർവശക്തനായ ദൈവം മറിയയ്ക്ക് കൊടുത്തു. ഹല്ലേലൂയ. വർഷങ്ങളായി ശുശ്രൂഷ ചെയ്ത സഖരിയാവിനും എലിസബത്തിനും ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ മനുഷ്യന്റെ സമയത്തല്ല, ദൈവത്തിന്റെ സമയത്ത് ദൈവം അത് അവർക്ക് കൊടുത്തു. ഇവര് തമ്മിൽ ഒരു കൂടിക്കാഴ്ചയുണ്ടായി. സന്തോഷം കൊണ്ട് തമ്മിൽ വന്ദനം പറഞ്ഞപ്പം അകത്ത് കടന്ന പിള്ള തുള്ളുക മാത്രമല്ല, വന്ദനം പറഞ്ഞവരും തുള്ളി. അങ്ങനെ 2 സ്ത്രീകൾ ദൈവം പ്രവർത്തിച്ച വഴികൾ ഓർത്ത് തുള്ളിച്ചാടിയതിനകത്ത് ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ച മറിയ പറഞ്ഞ വാക്യത്തിനകത്തുനിന്ന് 4 ചിന്തകളാണ് നിങ്ങളോട് പറയാനായിട്ട് ഇന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എനിക്ക് വെളിപ്പെടുത്തിയത്. ഒന്നാമത്തെ ഒരു ദൂത് പറയാം. ഈ ദിവസങ്ങളിൽ നിനക്കും തുള്ളിച്ചാടാനുള്ള വക കർത്താവ് ഈ ദിവസങ്ങളിൽ തരും. എന്തു നീ ആഗ്രഹിച്ചോ, എന്തു നീ പ്രാർത്ഥിച്ചോ, ആ വിഷയത്തിന് നിനക്ക് സന്തോഷിക്കാനുള്ള വക ദൈവമായിട്ട് ഒരുക്കി തരാൻ പോകുകയാണ്. ഇതിനകത്തെ സ്തോത്രം മറിയ പാടുന്ന പാട്ടിനകത്തെ ഇവര് തമ്മിൽ ഒരൊറ്റ വന്ദനം പറഞ്ഞു. ആദ്യം എലിസബത്ത് പാടി, പുറകെ മറിയ പാടുകയാണ്. അതിനകത്ത് പാടിയ പാട്ടിനകത്തെ ചില പദങ്ങളാണ് മറിയ വെളിപ്പെടുത്തുകയാണ്. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അപ്പൊ ഞാന് ഈ വാക്യം ദൈവം എനിക്ക് തന്ന സമയത്ത് ഞാൻ ചോദിച്ച കർത്താവേ, എന്തുവാ പറയേണ്ടിയേ? നീ ജനത്തോട് പറയണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ വലിയവ ചെയ്യും. ഒന്നുകൂടെ പറയാം. എന്തുവാണ്? ഒന്ന് ഉറക്കെ പറഞ്ഞ എന്തുവാ? അടുത്തിരിക്കുന്ന ആളെ നോക്കി വെച്ചാൽ ദൈവം വലിയവ ചെയ്യാൻ പോവാന്ന് പറ. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം പരിശുദ്ധാത്മാവ് അവിടെ എഴുതിയിരിക്കുകയാണ്. ദൈവത്തിന്റെ കരുണ തലമുറയോളം നിന്റെ കുടുംബത്തിലുണ്ടാവും. ദൈവത്തിന്റെ കരുണ തലമുറയോളം. ഇന്നത്തെ ദിവസത്തിന് ഈ 5-ാം തീയതിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. നിന്റെ കുടുംബത്തിൽ എന്തോ ദൈവം ആരംഭിക്കാൻ പോവാ. അത് തലമുറയായിട്ട് നിലനിൽക്കണം. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യമാണ് ഞാൻ ഏറ്റവും അധികം ഇന്നിവിടെ പ്രസംഗിക്കാൻ പോകുന്നത്. ദൈവം താണവരെ ഉയർത്തുന്ന ദൈവമാണ്. നീ ഉയരത്തില്ലെന്ന് ആരെല്ലാം വിധി പറഞ്ഞാലും നിന്നെ ഉയർത്താൻ കഴിയുന്നൊരു ദൈവമുണ്ടെന്ന് മറിയ സാക്ഷ്യപ്പെടുത്തുക. അടുത്തത് താഴത്തെ ഒടുവിലത്തെ 4-ാമത്തെ കാര്യം, നിന്നെ നന്മകളാൽ നിറയ്ക്കുന്ന ദൈവം.
ഇത്ര എപ്പ പ്രസംഗിച്ച് തീരുമോ അപ്പം ദൂത് തീരും. പ്രാർത്ഥനയോടെ ഇരുന്നാൽ, ഇത് വേദപുസ്തകത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇന്നത്തെ ധ്യാനത്തിന് എടുത്തിരിക്കുന്നത്. ഈ സംഭവം കഥ പോലെ പറയാനല്ല പ്രസംഗം. ഇതിനകത്ത് നിന്നോടുള്ള ദൈവത്തിൻ്റെ സന്ദേശം, അതാണ് ഇന്ന് ദൈവം കൈമാറാൻ പോകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത് നമ്മൾ എല്ലാവരും ചേർന്ന് നിന്ന് വിശ്വസിക്കേണ്ട ഒരു ദൂത് പറയാം. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയാമോ, ഒത്തിരി വീട്ടുകളിൽ ഒത്തിരി കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ട്. ഏത് കുഞ്ഞ് ജനിച്ചാലും സാത്താൻ ഒരു പ്രശ്നവുമില്ല. പക്ഷേ മറിയയുടെ ഉദരത്തിൽ ക്രിസ്തു ജനിച്ചാൽ സാത്താന് പ്രശ്നം. ഹല്ലേലൂയ. അതിന്റെ കാരണം എന്താ? ഏദനിൽ ഒരു പ്രവചനം കിടക്കുക, സ്ത്രീയുടെ സന്തതി വെളിപ്പെടും, അവൻ സർപ്പത്തിന്റെ തല തകർക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാക്കി തുടങ്ങുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആരുടെ വീട്ടിൽ എന്ത് നടന്നാലും പ്രോബ്ലം അല്ല, പക്ഷെ നിന്റെ വീട്ടിൽ ചിലത് നടന്നാൽ അത് ശത്രുവിനൊരു ഭീഷണിയായി മാറണം. എന്തൊക്കെയോ ചില കുടുംബങ്ങളോട് ദൈവം സംസാരിക്കുക. ആരുടെ വീട്ടിലും നടക്കാത്ത ചില കാര്യം നിന്റെ ഭവനത്തിനകത്ത് ദൈവം ചെയ്യാൻ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. അമ്മേ, ആ വാക്യത്തെ നമ്മൾ ആദ്യം ഒന്ന് തൊടാൻ പോവാണ്. ഹല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി വലിയവ ചെയ്യും. ഒന്ന് പറഞ്ഞേ, നെഞ്ചത്തെ കൈ വെച്ചാൽ ദൈവം എനിക്ക് വേണ്ടി വലിയവ ചെയ്യും. ഒന്ന് ചിരിച്ചോണ്ട് പറയാമോ? അമ്മ, അവിടെ എഴുതിയിരിക്കുന്ന പദം അതുപോലെ, ശക്തനായവൻ എനിക്ക് വേണ്ടി. അപ്പൊ ആരാ ചെയ്യുന്നേ? ശക്തനായവൻ. മനുഷ്യൻ ചെയ്യുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്, പക്ഷെ ദൈവം ചെയ്യുന്നത് അങ്ങനെയല്ല. അവൻ നിനക്ക് വേണ്ടി വലിയവ ചെയ്തെന്ന് പലരും കണ്ണുകൊണ്ട് കാണണം, പലരും ചെവി കൊണ്ട് കേൾക്കണം. അതുപോലെ നിനക്ക് വേണ്ടി വലിയവ കർത്താവ് ചെയ്യാൻ പോവാ. സ്തോത്രം. ഞാൻ ഇന്നൊരു ദൂതൂടെ ഇപ്പൊ പ്രസംഗിക്കുമ്പോ കേട്ടോണ്ടിരിക്കുന്നേ പറയാം. നിന്റെ കുടുംബത്തിൽ ദൈവം വലിയവ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിന്റെ സന്തതിയുടെ കാര്യത്തിൽ ദൈവം വലിയവ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിന്നെ അലട്ടുന്ന ആ കടബാധ്യതയുടെ നടുവിൽ ദൈവം വലിയവ ചെയ്യാൻ, യെസ്, ഒരിക്കലും വിടുതലില്ലെന്ന് പറഞ്ഞ വിഷയത്തിനകത്ത് യേശു ഇറങ്ങി വന്ന് വലിയവ ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഈ ചില ദൈവമക്കൾക്ക് എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും അവരുടെ ഈ ഉറപ്പ് ധൈര്യമൊക്കെ എന്താണെന്നറിയാമോ? കർത്താവ് വലിയവ ചെയ്യുമെന്നുള്ള ഉറപ്പാണ്. ചിലരുടെ വർഷങ്ങളായുള്ള ചോദ്യത്തിന് ഉത്തരമായി നീ ദൂത്, നിന്റെ കാര്യത്തിൽ ദൈവം വലിയവ ചെയ്യും. നിന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ ദൈവം വലിയവ ചെയ്യും. ഓ, രാമീൻ പറഞ്ഞു തുടങ്ങിക്കാട്ട്. ഹല്ലേലൂയ. ഒന്നുകൂടെ അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ച് പറ, യേശു വലിയവ ചെയ്യുമെന്ന് പറ. ആരാ ചെയ്യുന്നത്? ശക്തനായവൻ. ആരാണ്? ലൂക്കോസ് സുവിശേഷത്തിൽ നമ്മൾ മുമ്പേ വായിച്ചത് കേട്ടണോ? ശക്തനായവൻ. ലൂക്കോസ് 1:49, ദൈവം ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവിടെ എഴുതിയ ദൈവം ശക്തനാണ്. ഉൽപ്പത്തി പുസ്തകം 17:1 ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. യിരെമ്യാ പ്രവചനം 32:17 ദൈവം മഹാശക്തിയുള്ളവനാണ്. അപ്പം ദൈവം ശക്തനാണ്, ദൈവം സർവശക്തനാണ്, ദൈവം മഹാശക്തിമാനാണ്. നിനക്ക് വേണ്ടി വലിയവ ചെയ്യുന്ന ദൈവം ശക്തനാണ്, സർവശക്തനാണ്, മഹാശക്തിമാനാണ്. ഈ നമ്മുടെ പ്രശ്നം വലുതായിട്ട് ആർക്കെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ട്, ഓർത്തോണം, ദൈവത്തിന്റെ ശക്തി നിനക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ചില ആൾക്കാർ പറയാറുണ്ട്, ബ്രദറെ ഭയങ്കര കടവാ ബ്രദറെ, 10 ലക്ഷം രൂപ കടവാ ബ്രദറെ, അങ്ങ് ചത്താ മതി. ചിലര് പറയാറുണ്ട്, ബ്രദറെ 3 കോടി രൂപ കടമുണ്ട്, പക്ഷെ കർത്താവ് വീട്ടും കേട്ടോ. അതെന്താ കാര്യം? ദൈവം സർവശക്തനാന്ന് അവന് ഉറപ്പാ. ഇന്നിവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പം നീ പറഞ്ഞുകൊണ്ട് പോണമേ, എൻ്റെ ദൈവം ആരാണ്? സർവശക്തനാണ്. ഒന്ന് പറഞ്ഞേ, ആരാണ്? ആരാണ്? അയ്യോ, ശബ്ദം തീരെ കുറഞ്ഞല്ലോ, ലൈവിൽ കാണുന്നവരൊന്നും പറയുന്നില്ല. ഞാൻ എന്തുവാണ്? സർവശക്തനാണ്. അപ്പൊ നമ്മൾ ഒരു പദത്തെ എടുക്കാൻ പോവാണ്. ഹല്ലേലൂയ. ആമേൻ.
ദൈവം എനിക്ക് വേണ്ടി വലിയവ ചെയ്യും. ഒന്ന് പറഞ്ഞ, ദൈവം എനിക്ക് വേണ്ടി വലിയവ ചെയ്യും. നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത വലിയ കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ പേപ്പറിൽ എഴുതിക്കൊണ്ട് വന്ന വിഷയത്തിൽ ദൈവം ചെയ്യാൻ പോവാ. ഇതൊരറിയിപ്പാന്ന് ദൈവം എന്നോട് പറയുന്നു. അടുത്ത ദിവസങ്ങളിൽ നിന്റെ വീട്ടിൽ നിറവേറാനിരിക്കുന്ന ചില ദൈവത്തിൻ്റെ പദ്ധതികളുടെ നിറവേറ്റലിന് മുമ്പ് നിങ്ങളോട് ദൈവം സംസാരിക്കുകയാണ്. വിഷമിക്കേണ്ട, ഞാൻ വലിയവ ചെയ്യാൻ പോകുകയാണ്.